ജേക്കബ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്യാസ് ലീക്കേജ്. നമ്മുടെ വീടുകളിലുണ്ടാകുന്ന സിലിണ്ടറുകൾ പെട്ടെന്ന് കാലിയാകുക, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം ഉപയോഗിക്കുന്നതനുസരിച്ച് കിട്ടുന്നില്ല, ലീക്കേജ് ഉണ്ട്, സ്മെല്ല് വരുന്നുണ്ട്, പക്ഷെ അത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഈ റെഗുലേറ്ററിന് തന്നെ നമുക്ക് ഗ്യാസ് ലീക്കേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സിലിണ്ടറിലേക്ക് റെഗുലേറ്റർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേളിലേക്ക് ഇത് ഓപ്പൺ ചെയ്യുമല്ലോ. ഈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു എയർ പുറത്തേക്ക് പോകുന്ന ഒരു സൗണ്ട് കേട്ടു. ഈ എയർ പുറത്തേക്ക് പോകുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ട്യൂബിൽ ഫില്ലായി അടുപ്പിന്റെ ഉള്ളിലോട്ട് ഗ്യാസ് ഫില്ലാകുന്നതാണ് ആ എയർ സൗണ്ട് കേൾക്കുന്നത്. ഫില്ലായി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓപ്പൺ ആക്കുന്ന സമയത്ത് അതേ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എവിടെയോ ഈ പോകുന്ന ട്യൂബിലോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗത്ത് എവിടെയോ അല്ലെങ്കിൽ ഈ അടുപ്പ് ചിലപ്പോ പതുക്കെ ഒന്ന് തിരിഞ്ഞിരിക്കുകയോ അതെങ്ങനെയാണെന്നുള്ളത് ഒരു ഡെമോ കാണാൻ സാധിച്ചത്. ഇപ്പൊ ഇത് ഓൺ പൊസിഷനിലാണ്. ഞാനിത് ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്തതിന് ശേഷം ഈ ട്യൂബിന്റെ അകത്തുള്ള ഗ്യാസ് ഫുള്ള് ഞാൻ ഇവിടെ ഒരു നോബ് തിരിച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്യും. അപ്പൊ ഗ്യാസ് റിലീസ് ചെയ്യും. ഇപ്പൊ ഓൺ ആക്കുമ്പോൾ ഒരു എയറിന്റെ സൗണ്ട് കേൾക്കും. പക്ഷെ എയറിന്റെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആയി കേൾക്കുമെന്ന് എനിക്ക് അറിയില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പൊ ഒരു എയറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ തിരിക്കുന്ന സമയത്ത് ആ എയറിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. അതിനർത്ഥം ഇതിനകത്ത് ഗ്യാസ് ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി കാണിക്കാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തുള്ള ഈ ഭാഗത്തുള്ള ഗ്യാസ് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം. ഒരു എയറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മളിവിടെ ഗ്യാസ് റിലീസ് ചെയ്ത് കളഞ്ഞുകൊണ്ടിട്ട് ആ സൗണ്ട് വരുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ആ സൗണ്ട് വരില്ല. ഇതുപോലുള്ള മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ജേക്കബ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.